ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ അബ്ഡോമിൻ്റെ വർക്കൗട്ടാണ്. അതിന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പില്ലോയോ അല്ലെങ്കിൽ ഒരു ബോളോ കയ്യിൽ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം പിടിക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിട്ട് തലയുടെ പിന്നിലോട്ട് കൈ നീട്ടി പിടിച്ചിട്ട് അത് പിടിക്കുക. എന്നിട്ട് അത് മുന്നോട്ട് കൊണ്ടുവരിക, കാലിൽ ഇടയിൽ വെച്ചിട്ട് താഴോട്ട് കാല് പതുക്കിനെ കൊണ്ടുപോവുക. വീണ്ടും കാലെടുക്കുക, ഇത് പാസ് ചെയ്യുക. നമ്മുടെ കയ്യിൽ നിന്ന് കാലിലോട്ട് എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട്. ഇതൊരു 30 സെക്കൻഡ് ചെയ്യുക. ശരിക്കും ഫുൾ അബ്ഡോമിന് കിട്ടുന്ന ഒരു വർക്കൗട്ടാണ്. കാണുന്ന അത്ര ഈസി ഒന്നുമല്ല. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല എഫക്റ്റ് ഉണ്ടാവും. 30 സെക്കൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് എടുക്കുക. അങ്ങനെ എല്ലാ എക്സസൈസും 30 സെക്കൻഡും റെസ്റ്റും. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് മലർന്ന് കിടക്കുക, രണ്ട് കൈയും ബട്ടക്സിൻ്റെ അടിയിൽ വെച്ചിട്ട് കാല് ലിഫ്റ്റ് ചെയ്യുക. ലെഗ് റൈസ് ആണ്. ഇത് ഒരുപാട് വർക്കൗട്ട്സിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുട്ട് മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് താഴോട്ടും അതേപോലെ തന്നെ മുകളിലോട്ടും ഇതും ഒരു 30 സെക്കൻഡ് ചെയ്യുക. അതിനുശേഷം റെസ്റ്റ് എടുക്കുക. അങ്ങനെ എല്ലാ എക്സസൈസും കഴിയുമ്പോൾ ഒരു സെറ്റാവും. അങ്ങനെ നമ്മൾ 5 സെറ്റാണ് ഇപ്രാവശ്യം ഈ സെക്ഷനിൽ പറയുന്നത്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് കാല് രണ്ടും മടക്കി വെക്കുക. എന്നിട്ട് സൈക്കിൾ ചെയ്യാണ്, സൈക്ലിംഗ്. ഓക്കെ, രണ്ട് കാലും ശരീരത്തിൻ്റെ അടുത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കാല് രണ്ടും അകറ്റിയിട്ട് ചവിട്ടുക. ശരിക്കും ഒരു സൈക്കിൾ ചവിട്ടുന്നത് പോലെ നമ്മൾ ഫീൽ ചെയ്തിട്ട് ആ റൗണ്ടിലുള്ള അപ്പോൾ നമുക്കൊരു സ്ട്രെച്ച് ശരിക്കും ഓരോ കാലും മൂവ് ചെയ്യുമ്പോൾ കിട്ടും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 സെക്കൻഡ്സ് നിർത്താതെ ചെയ്യുക. ഇത് നിർത്താതെ ചെയ്യുമ്പോഴാണ് ഫീൽ വരുള്ളൂ. അല്ലെങ്കിൽ 10 വട്ടോ 15 വട്ടോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫീൽ വരില്ല. ആ ടൈം വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് കാലിങ്ങനെ അടുപ്പിച്ച് കുത്തിവെക്കുക. അതിനുശേഷം നമ്മുടെ ചെറുവിരൽ തൊടാൻ വേണ്ടി ട്രൈ ചെയ്യുക. ചെറുവിരൽ തൊടാൻ ട്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തല കുറച്ച് പൊന്തിക്കുക. ഒരിക്കലും നെക്കിന് സ്ട്രെയിൻ കൊടുക്കരുത്. നമ്മുടെ ഫുള്ളായിട്ടുള്ള അപ്പർ ബോഡി പൊന്തിച്ചതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലോട്ടും ടച്ച് ചെയ്യാൻ നോക്കുക. ഇതും ഒരു 30 സെക്കൻഡ്സ് ചെയ്യുക. അതിനുശേഷം റെസ്റ്റ് എടുക്കുക. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ട് കാലും കൂടിയിട്ടുള്ളൊരു കാല് വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടന്നിട്ട് രണ്ട് കാലും മുകളിലോട്ട് പൊന്തിച്ച് പിടിക്കുക. ഓക്കെ, കാല് രണ്ടും മുകളിലോട്ട് പൊന്തിച്ച് പിടിച്ചിട്ട് കാല് രണ്ടും വൈഡാക്കിയിട്ട് താഴോട്ട് വെക്കുക. മുകളിലോട്ട് പോകുമ്പോൾ അടുപ്പിക്കുക, താഴോട്ട് വരുമ്പോൾ മാക്സിമം വൈഡാക്കിയിട്ട് കൊണ്ടുവരിക. ഇതൊരു ഒരേപോലെ കൊണ്ടുവരണം. ഒറ്റയടിക്ക് വൈഡാക്കുക, ഒറ്റയടിക്ക് ഇതാക്കില്ല, താഴെ എത്തിയിട്ട് മാത്രം വൈഡാക്കില്ല. അത് ശരിക്കും ഒരു ട്രയാങ്കിൾ പോലെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നത് പോലെ. അപ്പോഴേ നമുക്ക് ആ അബ്ഡോമൻ്റെ സ്ട്രെച്ച് ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, അതങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുക. ഈ ഒരു വർക്കൗട്ടും 30 സെക്കൻഡ്സ്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് നമ്മുടെ കൈ ഈ പൊസിഷനിൽ വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് നീ ടച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 30 സെക്കൻഡ്സ് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ വർക്കൗട്ട്സ്. ഇത് ഫുള്ളും ഞാൻ ഇന്ന് ഫുൾ ബോഡി വർക്കൗട്ട്സ് ആയിട്ടാണ് കാണിച്ചു തന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.